നമസ്കാരം, ആതിര മിസ് ആണ് കേട്ടോ. നമ്മുടെ എക്സാമിന് അധികം ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്, പ്രസംഗം. അപ്പോൾ പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളതാണ് മിസ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ എൻ്റെ മക്കളിലേക്ക് എത്തിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഉഷാറായിട്ട് നല്ല സെറ്റായിട്ട് മിസ്സിൻ്റെ വീഡിയോയുടെ ഫസ്റ്റ് മുതൽ അവസാനം വരെ നല്ല അടിപൊളിയായിട്ട് ഇരിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്താം. മിസ്സിൻ്റെ ക്ലാസ്സിൻ്റെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അതൊക്കെ രേഖപ്പെടുത്താനാണ് കമൻറ്റ് ബോക്സ് അവിടെ ഉള്ളത്. അതിപ്പോൾ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം കേട്ടോ. അപ്പോൾ ഒരു പ്രസംഗം എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ വാ. പ്രസംഗം തയ്യാറാക്കാം. ഒരു ചെടിയും നട്ടുവളർത്തി ഓണപ്പൂവ് എങ്ങനെ നുള്ളാൻ, ഒരു വയലും പൂട്ടി വിതച്ച് ലോണച്ചോറ് എങ്ങനെയുണ്ണാൻ, ഒരു വാഴ കന്നും നട്ടി ലോണപ്പഴം എങ്ങനെ തിന്നാൻ, ഒരു കഴി നൂൽ പോലും നൂറ്റി ലോണത്തുണി എങ്ങനെയാണ് അണിയാൻ, ഒരു കരളിൽ സ്നേഹം പാകി ലോണക്കളി എന്തു കളിക്കാൻ, ഉള്ളത്തിൽ കള്ളക്കർക്കട മെങ്ങനെ പൊന്നോണം പുലരാൻ. ഓണം 1987 NV കൃഷ്ണവാര്യർ. ഓക്കെ, അടുത്തതായിരുന്നു നോക്കാം. അത്തം പുലർന്നു വിടർന്നു കാൺമൂ, മുറ്റത്ത് പൂക്കളമിട്ടിടേണ്ടേ, മുറ്റുമാഹ്ലാദത്തിനോണനാളായി മുറ്റമില്ലാത്ത നാം എന്തു ചെയ്യും, 7 നിലയുള്ള സൗധമൊന്നിൽ 7-ാം നിലയിലെ വാടകക്കാർ നാഗരികർ നാഗവാസികൾ നാം ഓണത്തെ എങ്ങനെ സ്വീകരിക്കും. ഫ്ലാറ്റിലെ ഓണം, നെടുമുടി ഹരികുമാർ. 2 പേരുടെ കുഞ്ഞു കവിതകളാണ് ഇവിടെ തന്നിരിക്കുന്നത് അല്ലേ. കവിതകളിലെ ഓണവും ഓണത്തെക്കുറിച്ചുള്ള തകഴിയുടെ ഓർമ്മകളും ചർച്ച ചെയ്യൂ. നിങ്ങളുടെ ഓണാനുഭവങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഓണം അന്നും ഇന്നും എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കൂ. അപ്പൊ മക്കളെ, ഒരു പ്രസംഗം നിങ്ങൾ പല പ്രസംഗങ്ങളും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ എന്താ പറയാ, സത്യം പറയുകയാണെങ്കിൽ അധികം പ്രസംഗം കേൾക്കുമ്പോൾ നമ്മൾ അയ്യോ പ്രസംഗം എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക ചെയ്യാറില്ലേ. പക്ഷേ നമ്മളെ പിടിച്ചിരുത്തുന്ന രീതിയിലുള്ള പ്രസംഗങ്ങൾ ഉണ്ടായിരിക്കും. അതേപോലെ നമ്മൾ ആകെ ബോറടിപ്പിക്കുന്ന രീതിയിലുള്ള പ്രസംഗങ്ങളും ഉണ്ടായിരിക്കും അല്ലേ. നമ്മുടെ ഇവിടെ ഏത് പ്രസംഗം തയ്യാറാക്കുമ്പോൾ അത് ഏത് രീതിയിലാണ് തയ്യാറാക്കേണ്ടത്, എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ള കാര്യമാണ് മിസ് ഇപ്പോൾ പറയാൻ പോകുന്നത്. മാന്യ സദസ്സിന് നമസ്കാരം. ആദ്യം നമ്മൾ ഒരു പ്രസംഗം പറയുകയാണ്. അപ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഒരു നമസ്കാരം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. മാന്യ സദസ്സിന് നമസ്കാരം. ആദ്യം അങ്ങനെ വേണം തുടങ്ങാനും. കേരള നാട് എന്നും കർഷകന്റെ നാടായിരുന്നു. മണ്ണിൽ അധ്വാനിക്കുന്നവരുടെ നാട്, പ്രകൃതിയെ സ്നേഹിക്കുന്നവരുടെ നാട്. കേരളത്തിലെ ഉത്സവങ്ങളെല്ലാം കാർഷിക സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും സമത്വത്തിന്റെയും ഒരു കാലഘട്ടം നമുക്കുണ്ടായിരുന്നു. അതിന്റെ ഓർമ്മ പുതുക്കലാണ് ഓണം. അപ്പം ഓണം എന്താണെന്നുള്ളതാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത് അല്ലേ. ഓണാഘോഷങ്ങളുടെ പൊലിമയും ആർഭാടവും വർദ്ധിച്ചിട്ടുണ്ടെങ്കിലും ഇതിന്റെ ഹേതുവായ കാർഷിക സംസ്കാരത്തിൽ നിന്ന് നാം അകന്നു പോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ആഘോഷങ്ങളുടെ എല്ലാം തനിമ നഷ്ടപ്പെട്ടിരിക്കുന്നു. തകഴിയുടെ കാലഘട്ടത്തിലെ ഓണ ഓർമ്മകളായ പിള്ളേരോണം, ഓണനെല്ലളക്കൽ, ഓണക്കാഴ്ച, നെല്ലുകുത്തൽ, വറുക്കലും കരിക്കലും എന്നിവയിൽ പലതും ഇന്നത്തെ തലമുറയ്ക്ക് അന്യമാണ്. ഇന്നത്തെ തലമുറയ്ക്ക് ഇത് എന്താണെന്ന് പോലും അറിയില്ല എന്നാണ് പറയുന്നത്. കൃഷി ചെയ്യാത്തവർക്ക് എങ്ങനെ ഓണം ആഘോഷിക്കാനാകും എന്നതാണ് NV കൃഷ്ണവാര്യരുടെ കവിതയിലുള്ള ചോദ്യം. അധ്വാനിക്കുന്നവർക്കും ഉള്ളിൽ സ്നേഹമുള്ളവർക്കും മാത്രമേ ഓണം ആഘോഷിക്കാൻ കഴിയൂ. കർക്കിടകത്തിലെ മൂടിക്കെട്ടിയ ആകാശം പോലെ മനസ്സു മുഴുവൻ ഇരുട്ടുള്ളവർക്കായി ഒരിക്കലും പൊന്നോണം പുലരില്ല എന്ന് കവി പറയുന്നു. പുതിയ കാലത്തെ സാമൂഹിക സ്ഥിതിയിൽ ഓണം ആഘോഷിക്കാനുള്ള അർഹതയെ സംശയിക്കുകയാണ് കവി. ആകാശം പോലെ മൂടിക്കെട്ടിയ എന്നാണ് കേട്ടോ, മൂടിക്കെട്ടിയ. ഓക്കെ, വീട്ടുമുറ്റം പോലും ഇല്ലാത്ത നഗരജീവിതത്തിൽ എങ്ങനെയാണ് ഓണത്തെ അതിൻ്റെ യഥാർത്ഥ രൂപത്തിൽ ആഘോഷിക്കാനാവുക എന്നാണ് 2ാമത്തെ കവിതയിൽ ഉന്നയിക്കുന്ന ചോദ്യം. പാക്കറ്റിൽ കിട്ടുന്ന പൂക്കളും ഓണസദ്യയും മാത്രമേ അവർക്ക് സാധ്യമാകുകയുള്ളൂ എന്ന് നഗരവാസികൾ ദുഃഖം കൊള്ളുകയാണ്. ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല എന്ന് തകഴി പറഞ്ഞതിനോട് ചേർന്ന് നൽകുന്നതാണ് ഹരികുമാറിന്റെ ഈ കവിതയും. എന്താണ് പറയുന്നത്, എവിടെ യെസ്, ഇന്ന് ഉപ്പേരിക്കും ശർക്കര പുരട്ടിക്കും സ്വാദില്ല എന്ന് തകഴി പറഞ്ഞതിനോട് ചേർന്ന് നിൽക്കുന്നതാണ് ഹരികുമാറിന്റെ ഈ കവിതയും. ഇന്നത്തെ തലമുറയ്ക്ക് തനിമയുള്ള ഓണം നഷ്ടമായിരിക്കുന്നു.
പൂക്കളും പച്ചക്കറികളും അരിയും ഇപ്പോൾ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നാണ് വരുന്നത്. ശരിയാണല്ലേ? നമ്മൾ ഇന്ന് ഇവിടെ നിന്ന് കൃഷി ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അന്യ സംസ്ഥാനങ്ങളെ ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരികയാണല്ലേ മക്കളെ? എങ്കിലും ഇന്നും മലയാളികളുടെ മനസ്സിലെ ഓണത്തിന് ഒരു മാറ്റവുമില്ല. ജാതിമത ഭേദമില്ലാതെ സന്തോഷത്തോടെ ഓണക്കോടിയും പൂക്കളവും ഓണസദ്യവും എല്ലാമായി നാം എല്ലാ വർഷവും ഓണത്തെ വരവേൽക്കുന്നു. നഷ്ടപ്പെട്ട ആഘോഷങ്ങളുടെ തനിമ തിരിച്ചു പിടിക്കാൻ നമുക്കാകട്ടെ എന്ന് ആശിക്കാം. എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. നന്ദി, നമസ്കാരം. നമ്മളൊരു പ്രസംഗത്തിന്റെ തുടക്കം എങ്ങനെയാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? മാന്യ സദസ്സിന് നമസ്കാരം. നല്ലൊരു തുടക്കത്തോടെയാണല്ലോ നമ്മൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അതിന് നല്ലൊരു അവസാനം കൂടെ വേണ്ടടാ. നമ്മളൊരു പ്രസംഗം കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അവസാനിപ്പിക്കുന്നത് ഒരു നന്ദി, നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കണം. അപ്പൊ ഇത്രയുള്ള ഒരു പ്രസംഗം തയ്യാറാക്കാൻ എന്തിനെ കുറിച്ചാണ് നിങ്ങളോട് പ്രസംഗിക്കാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അധികം വലിച്ചു നീട്ടാതെ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് കുറച്ചാക്കി എഴുതിയാൽ മതി കേട്ടോ. അപ്പൊ എന്തായാലും മക്കളെ, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താണ്, നിങ്ങൾക്ക് മിസ്സിന്റെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്ത ദിവസം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും മക്കളെ, ബൈ.